നമസ്കാരം. ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കിയ മുഹമ്മദ് യൂനസ് ബംഗ്ലാദേശികളെ അതിർത്തിയിൽ BSFുമായി ഏറ്റുമുട്ടാൻ അഴിച്ചുവിട്ടു. എന്നാൽ അതിർത്തിയിൽ BSFിനെ എതിർത്ത ബംഗ്ലാദേശി ഗാർഡുകൾക്ക് നേരെ ഭാരത് മാതാ കി ജയ്, ജയ് ശ്രീറാം വിളികളുമായി പാഞ്ഞെടുക്കുകയാണ് നാട്ടുകാർ ചെയ്തത്. ഇതോടെ ബംഗ്ലാദേശി ഗാർഡുകൾ കണ്ടം വഴിയോടി. അതിർത്തിയിൽ മുൾവേലി കെട്ടാനെത്തിയ BSFിന് പിന്തുണയുമായിട്ടാണ് നാട്ടുകാർ രംഗത്തെത്തിയത്. പശ്ചിമ ബംഗാളിലെ മാൾഡ ജില്ലയിൽ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഫെൻസിംഗ് പ്രവർത്തനങ്ങളെ ചൊല്ലി അതിർത്തി രക്ഷാ സേനയും ബോർഡർ ഗാർഡ് ബംഗ്ലാദേശുമായി വാക്കേറ്റമുണ്ടായി. സുഖ്ദേവ്പൂർ ഗ്രാമത്തിന് സമീപം BSF ജവാന്മാർ ഇന്ത്യൻ ഭാഗത്ത് ജോലി ചെയ്യുന്നതിനിടയിലാണ് ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ് എതിർപ്പുമായി എത്തിയത്. തുടർന്ന് ഭാരത് മാതാ കി ജയ്, വന്ദേ മാതരം, ജയ് ശ്രീറാം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ വിളിച്ച് പ്രാദേശിക ഗ്രാമവാസികൾ BSFിനെ പിന്തുണയ്ക്കാൻ ഒത്തുകൂടുകയായിരുന്നു. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിട്ടുണ്ട്. അതിന് പിന്നാലെ വേലി കെട്ടാൻ അനുമതി ഉണ്ട് എന്ന് BSFും തറപ്പിച്ച് പറഞ്ഞതോടെ ബംഗ്ലാദേശി ഗാർഡുകൾ പിന്മാറുകയായിരുന്നു. തിങ്കളാഴ്ച കാലിയ യാചക് 3 ബ്ലോക്കിലെ സുഖ്ദേവ്പൂരിൽ 50 മീറ്റർ ചുറ്റളവിൽ വേലി കെട്ടാൻ CPWD ആരംഭിച്ചു. താമസിയാതെ തന്നെ BGP എതിർപ്പുകൾ ഉന്നയിക്കുകയും CPWC ജോലി നിർത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. BSF ഉദ്യോഗസ്ഥർ അവരെ എതിർക്കുകയും ഇന്ത്യൻ പ്രദേശത്ത് വേലി സ്ഥാപിക്കുമെന്ന് പറയുകയും ചെയ്തു. ചപ്പായി നവാബ്ഗഞ്ച് ജില്ലയിലെ അതിർത്തിയുടെ മറുവശത്തുള്ള ഗ്രാമമായ ഷിബ്ഗഞ്ചിൽ താമസിക്കുന്ന ഒരു വിഭാഗം ബംഗ്ലാദേശികൾ അതിർത്തിക്ക് സമീപം ഒത്തുകൂടി മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി. സുഖ്ദേവ്പൂർ നിവാസികളും അതിർത്തിയിൽ തടിച്ചുകൂടി മുദ്രാവാക്യം വിളിക്കുകയും അവരെ നിയന്ത്രണത്തിലാക്കാൻ BSFിനെ പ്രേരിപ്പിക്കുകയും ചെയ്തു. BSF നമ്മുടെ രാജ്യത്തിനകത്ത് വേലികൾ സ്ഥാപിക്കുകയാണ്. BGPക്കും ബംഗ്ലാദേശികൾക്കും എങ്ങനെ അതിനെ എതിർക്കാൻ കഴിയും? നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്ന തരത്തിൽ വേലി കെട്ടിക്കിടക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുവെന്ന് തോന്നുന്നു. പ്രതിഷേധത്തിൽ പങ്കെടുത്ത ഒരു ഗ്രാമീണൻ വളരെ വികാരഭരിതമായിട്ടാണ് പ്രതികരിച്ചത്. ചൊവ്വാഴ്ചയും ഇതേ സാഹചര്യം തന്നെ നിലനിന്നിരുന്നു. ഇരുവിഭാഗവും അതിർത്തിയിൽ നിൽക്കുകയും പരസ്പരം മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. മാൾഡ ജില്ലാ ആസ്ഥാനത്ത് നിന്ന് 42 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം. BSF BGPയുമായി ഫ്ലാഗ് മീറ്റിംഗ് നടത്തുകയും വേലി സ്ഥാപിക്കുന്ന സ്ഥലം ഇന്ത്യയിലാണ് എന്ന് സേനയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സർക്കാർ വിഷയം പരിശോധിച്ചു വരികയാണ് എന്ന് മാൾഡ ജില്ലാ മജിസ്ട്രേറ്റ് നിതിൻ സിംഘാനിയ പറഞ്ഞു. ജോലി ആരംഭിച്ചു, ഇത് സമാധാനപരമായി പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിയമലംഘനം ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാൾഡയിൽ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി 158.5 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. ഏകദേശം 31 കിലോമീറ്റർ നീളത്തിൽ വേലികളില്ല. ഈ പ്രദേശങ്ങളിൽ ഭൂരിഭാഗവും കാലിയ യാചക് 3, ഹബീബ്പൂർ ബ്ലോക്കുകളിലാണ്. ഈ 2 ബ്ലോക്കുകളിലും വേലി കെട്ടാൻ ഏകദേശം 252 ഏക്കർ ഭൂമി ആവശ്യമാണ്. സംസ്ഥാന മന്ത്രിസഭ ഇത് അംഗീകരിക്കുകയും കുറച്ച് ഭൂമി ജില്ലാ ഭരണകൂടം CPWCക്ക് കൈമാറുകയും ചെയ്തു. പ്രദേശത്ത് കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചതായി BSF വൃത്തങ്ങളും അറിയിച്ചിട്ടുണ്ട്. അവർ മുഴുവൻ സമയവും നിരീക്ഷിച്ച് ജില്ലാ പോലീസുമായും മറ്റ് ഏജൻസികളുമായും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്നു. എന്തായാലും ബംഗ്ലാദേശികളെ അതിർത്തി കടന്നു വരാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് BSF ഉദ്യോഗസ്ഥർ ഉറപ്പിച്ചു പറയുന്നത്.